ഹലോ ആൻഡ് വെൽക്കം ടു CSO എഡ്യൂക്കേറ്റേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് NCERT 6ാം ക്ലാസ്സിലെ അവർ പാസ് 1 ചാപ്റ്റർ 5 ആണ്. ഇതിൽ രാജാക്കന്മാരെ കുറിച്ചും എങ്ങനെയാണ് എർലി റിപ്പബ്ലിക്, മഹാജനപദാസ് പോലുള്ള രാഷ്ട്രങ്ങൾ ഉണ്ടായത് എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതിൽ ഹൗ സം മെൻ became rulers. അശ്വമേധ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. അശ്വമേധ എന്നൊരു വാക്കിനെ പറ്റിയിട്ട്. ദറ്റ് ഈസ് ഹോഴ്സ് സാക്രിഫൈസ് വാസ് വൺ സച്ച് റിച്വൽ. The horse was allowed to loose to wander freely and it was guarded by the Raja's men. അതായത് രാജസൂയം അല്ലെങ്കിൽ അശ്വമേധം നടത്താൻ തീരുമാനിക്കുന്നു. അശ്വമേധം നടത്താൻ ഉദ്ദേശിക്കുന്ന കുതിരയെ ഇവർ അഴിച്ചുവിട്ടതിന് ശേഷം ഈ കുതിരയ്ക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ ഓടാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇത് ഏതെല്ലാം സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുന്നു? രണ്ട് ഓപ്ഷൻസ് ആണ് അവിടെയുള്ള രാജാക്കന്മാർക്കുള്ളത്. ഒന്ന്, ഈ അശ്വമേധം നടത്താൻ ഉദ്ദേശിക്കുന്ന രാജാവുമായിട്ട് യുദ്ധം ചെയ്യുക. അതല്ല എങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ആ രാജ്യത്തിന്റെ ഒരു സാമന്ത രാജാവായിട്ട് അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടിംഗ് അതോറിറ്റി ആയിട്ട് ആ രാജാവിനെ അംഗീകരിക്കാൻ സാധിക്കും. ഇതാണ് അന്നത്തെ ഒരു രീതി എന്ന് പറയുന്നത്. If the horse wandered into kingdoms of other rajas and they stopped it, they had to fight. If they allowed the horse to pass, it means that they accepted that the Raja who wanted to perform the sacrifice was stronger than them. അതായത് ഒരു രാജാവുണ്ട്, ആ രാജാവിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു അശ്വമേധം നടത്താൻ തീരുമാനിക്കുന്ന രാജാവ് അദ്ദേഹം ഒരു കുതിരയെ അഴിച്ചുവിടുന്നു അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ സഹായിക്കുന്നു. അത് ഏതെങ്കിലും രാജ്യത്തിലേക്ക് കടന്നു പോയാൽ ആ രാജാവിനെ അല്ലെങ്കിൽ അംഗീകരിക്കാം അല്ലെങ്കിൽ പ്രതിരോധിക്കാം. പ്രതിരോധിക്കാനുള്ള ആദ്യത്തെ സിമ്പിൾ ആണെന്ന് പറയുന്നത് കുതിരയെ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് ആദ്യത്തെ സിമ്പിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ നടപടി എന്ന് പറയുന്നത്. അപ്പം ഒരു കുതിരയെ തടഞ്ഞു നിർത്തുക അല്ലെങ്കിൽ കുതിരയെ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ എങ്കിൽ ആ രാജാവിന്റെ അധികാരത്തെ അംഗീകരിച്ചു എന്നതാണ് ഇവിടുത്തെ അർത്ഥമാക്കുന്നത്. These rajas were invited to the sacrifice, which was performed by specially trained priests who were rewarded with gifts. The Raja who organized the sacrifice was recognized as being very powerful, and all those who came brought gift for him. അപ്പൊ അങ്ങനെ ആ രാജ്യത്തിനെ അല്ലെങ്കിൽ രാജാവിനെ അംഗീകരിച്ചിട്ടുള്ള ആളുകളുടെ എന്തിനു വിളിക്കും? ഈ തരത്തിലുള്ള സാക്രിഫൈസിന് അല്ലെങ്കിൽ യാഗത്തിന് വിളിക്കുകയും വരുന്ന രാജാക്കന്മാർ ഇദ്ദേഹത്തിന് സമ്മാനങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു പതിവുണ്ട്. അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് എന്താണ്, ഈ ഒരു രാജാവ് നടത്തുന്ന യാഗം അല്ലെങ്കിൽ അശ്വമേധം വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള, അതിന് പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുള്ള പുരോഹിതന്മാരെ കൊണ്ടാണ് നടത്തുന്നത്. ആ സമയത്ത് ഈ അശ്വമേധം നടത്തുന്ന രാജാവാണ് വളരെയധികം ഒരു സെൻട്രൽ ഫിഗർ ആയിട്ട് മാറുകയൊക്കെ ചെയ്യുന്നത്. ഹി ഓഫൺ ഹാഡ് സ്പെഷ്യൽ സീറ്റ്, എ ത്രോൺ ഓർ എ ടൈഗർ സ്കിൻ. ഹിസ് ചാരിയറ്റർ ഹു വാസ് ഹിസ് കമ്പാനിയൻ ഇൻ ദ ബാറ്റിൽ ഫീൽഡ് and witness his exploits stand tales of his glory. അപ്പം ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ രഥം തെളിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിരിക്കുന്ന ആളുകൾ ഇദ്ദേഹത്തിന്റെ വാഴ്ത്തുപാട്ടുകൾ പാടുകയൊക്കെ ചെയ്യും. His relatives, his wives and sons had to perform a variety of minor rituals. The other rajas were simply spectators who had to sit and watch the performance of the sacrifice. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യാം? ഈ രാജാവിന്റെ ഭാര്യമാരും അയാളുടെ മക്കളും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആൺമക്കളും പ്രത്യേകം പൂജകൾ, ചെറിയ പൂജകൾ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ വിളിച്ചു വരുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഈ രാജാവിന്റെ രാജ്യത്വം അംഗീകരിച്ചിരിക്കുന്ന രാജാക്കന്മാർക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അവർ ഒരു സൈലന്റ് സ്പെക്ടേറ്റേഴ്സ് ആയിട്ടും കാഴ്ചക്കാരായിട്ട് മാത്രം ഒതുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. ദിസ് ഇസ് ദ വേ ഹൗ ദേ ബിക്കെയിം റൂളേഴ്സ്. അതായത് ഒന്നിലധികം വലിയ രാജ്യങ്ങൾ വിസ്തൃതമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ചില നടപടികൾ. അതായത് ഒന്ന്, യുദ്ധം ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ യുദ്ധത്തിന് സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് അശ്വമേധം പോലുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ച് അതിന് രക്തച്ചൊരിച്ചിലില്ലാതെ തന്നെ രാജാവിന്റെ അധികാരം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യം. ദിസ് ഇസ് ദ വേ ദേ ബിക്കെയിം ദ റൂളേഴ്സ്. അക്കാലത്ത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് വർണ്ണാസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്കറിയാം, നമുക്ക് പല പുസ്തകങ്ങളും നമുക്കറിയാം. We have many books that were composed in North India, especially in the areas drained by Ganga and Yamuna. During this period, these books are often called later Vedic because they were composed after Rigveda.
ഋഗ്വേദത്തിന് ശേഷമുള്ള 3 പുസ്തകങ്ങൾ, അതായത് സാമവേദ, യജുർവേദ, അഥർവവേദ, ഈ പുസ്തകങ്ങൾ ഇവയുടെ കാലഘട്ടത്തെ നമ്മൾ എന്താ പറയാ ലേറ്റർ വേദിക് പീരീഡ് എന്ന് പറയുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നത്, പല പുസ്തകങ്ങൾ ഈ തരത്തിലുള്ള പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പുസ്തകങ്ങൾ എഴുതപ്പെട്ട കാലഘട്ടത്തിനെയാണ് എന്ത് പറയാ ഒരു ലേറ്റർ വേദിക് പീരീഡ് എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ദീസ് വെർ കമ്പോസ്ഡ് ബൈ പ്രീസ്റ്റ് ആൻഡ് ഡിസ്ക്രൈബ് ഹൗ റിച്വൽസ് വെർ ടു ബി പെർഫോം. ദേ ഓൾസോ കണ്ടെയ്ൻ റൂൾസ് അബൌട്ട് ദ സൊസൈറ്റി. അതായത് ഒരു സൊസൈറ്റി എന്ന കോൺസെപ്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഫോർഫോൾഡ് വർണ്ണ സിസ്റ്റം ഡിറൈവ് ചെയ്തൊരു കാലഘട്ടം എന്ന് പറയുന്നത് ലേറ്റർ വേദിക് പീരീഡിലാണ്. ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യാറുണ്ട്, ഇവരാണ് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകത്തിനകത്ത് എന്തൊക്കെ ഉണ്ടാവും, എങ്ങനെയാണ് ഒരു റിച്വൽസ് നടപ്പിലാക്കേണ്ടത്, ആചാരങ്ങൾ നടപ്പിലാക്കേണ്ടത്, ഒരു സൊസൈറ്റി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഈ തരത്തിലുള്ള പുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ അന്നത്തെ പുരോഹിതന്മാർ എഴുതി കൂട്ടി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ തീരുമാനങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. These were several groups in society at this time: priests and warriors, farmers, herders, traders, craftspersons, laborers, fishing folks and forest people. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഡിവൈഡ് ചെയ്യാം. ഒന്ന് എന്താ പറയാ 4 രീതിയിൽ നമുക്ക് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഡിഫറെന്റ് കാറ്റഗറൈസേഷൻ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനെയാണ് വർണ്ണ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിന് താഴെ നമുക്ക് നോക്കുവാണെങ്കിൽ ജാതിയുണ്ട്, ജാതിക്ക് താഴെ ഉപജാതികളുണ്ട്, ഉപജാതികൾക്ക് വീണ്ടും ഉപജാതികളുണ്ട്. അപ്പൊ ഈ ജാതി എന്ന് പറയുന്നത് ജന്മന കിട്ടുന്നതാണ് എന്ന് നമുക്കറിയാം. അങ്ങനെയാണ് അവർ പഠിപ്പിച്ചിരിക്കുന്നത്, അങ്ങനെയാണ് അവരുടെ തീരുമാനം വന്നത്. പക്ഷെ ഇവിടെ എന്താണ് വർണ്ണം എന്ന് പറയുന്നത്, തൊഴിലിനെ അടിസ്ഥാനപ്പെടുത്തിയൊക്കെ ഒരു വിഭജിക്കലാണ് എന്നൊരു ഒരു പഠനം കൂടി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ വ്യത്യസ്തപരമായിട്ടുള്ള ജാതി, ഉപജാതി, വർണ്ണ സിസ്റ്റം, ഈ കോൺസെപ്റ്റുകളെല്ലാം കൊണ്ടുവന്നത് ഈ ലേറ്റർ വേദിക് പീരീഡിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. The priest divided people into 4 groups called varnas. According to them, each varna had different set of functions. The first varna was the Brahmin. Brahmins were expected to study and teach the Vedas, perform sacrifices and receive gift. അതായത് നമ്മൾ നോക്കുവാണെങ്കിൽ അന്നത്തെ കമ്മ്യൂണിറ്റിയുടെ, അന്നത്തെ സൊസൈറ്റിയുടെ ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്നത് ബ്രാഹ്മണൻസ് ആണ്. ബ്രാഹ്മണൻസ് എന്ത് ചെയ്യും, they are eligible to learn and teach. അല്ലെങ്കിൽ പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള അധികാരം, അവകാശവും ഇവരിലേക്കാണ് പോന്നിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു സ്ഥാനത്തേക്ക് വരുന്നത് ക്ഷത്രിയാസ് ആണ്. They were all expected to fight battles and protect people. ഇവർക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, സൊസൈറ്റിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം, രാജ്യഭരണം നൽകിയിരിക്കുന്നത് ക്ഷത്രിയന്മാർക്കാണ്. തേർഡ് were the Vish or Vaishyas. They were expected to be farmers, herders and traders. Both Kshatriyas and Vaishyas could perform sacrifices. ഇത്രയും ആൾക്കാർക്ക് എന്ത് ചെയ്യാം, സാക്രിഫൈസ് നടത്താൻ പറ്റും. എന്നാൽ ഇവർക്ക് എന്ത് ജോലി ചെയ്യാനുള്ള അവകാശം നൽകിയിട്ടുണ്ട്. ശൂദ്രാസ് എന്ന് പറയുന്നത് ഈ ബാക്കി 3 ഗ്രൂപ്പിനെയും സെർവ് ചെയ്യുക എന്നതാണ് ഈ ശൂദ്രാസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ ആവശ്യം അല്ലെങ്കിൽ ഗുണം എന്ന് പറയുന്നത്. Often women also grouped with Shudras. Both women and Shudras were not allowed to study and Vedas. അപ്പൊ അത്തരത്തിൽ ചിന്തിക്കുന്ന സമയത്ത് ഈ ഒരു വിഭാഗത്തിൽ നമുക്കറിയാം സ്ത്രീകളും എന്താണ് വേദം പഠിക്കാൻ അനുവദിക്കപ്പെട്ടിരുന്നില്ല. പക്ഷെ ഇതിനൊരു കോൺട്രഡിക്ടറി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ്, ഋഗ്വേദ കാലഘട്ടത്തിൽ പല സൂക്തങ്ങളും എഴുതിയിട്ടുള്ളതിൽ സ്ത്രീകളും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അപ്പൊ സ്ത്രീകൾ ഒരു സബോർഡിനേറ്റ് ആയിട്ട് കാണപ്പെടുന്നത് ലേറ്റർ വേദിക് പീരീഡിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ചിലപ്പോൾ അങ്ങനെയുള്ള ട്രിക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് പലപ്പോഴും UPSC നമ്മുടെ മുമ്പിലൊക്കെ ഇട്ട് തരാറുണ്ട്. അത് ഈ ലേറ്റർ വേദിക് പീരീഡിൽ എന്ത് ചെയ്തു, സൊസൈറ്റി ഡിവൈഡ് ചെയ്തു, 4 ഡിവൈഡ് ചെയ്തു. എന്താണ്, ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. അതിൽ ശൂദ്രനും സ്ത്രീക്കും എന്തിനും അവകാശമില്ല, വിദ്യാഭ്യാസത്തിനും അവകാശമില്ല, അല്ലെങ്കിൽ യാഗങ്ങൾ നടത്താനുള്ള അവകാശമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്ത്രീകളെ സബോർഡിനേറ്റ് ആയിട്ട് കണ്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് ഏതാണ്, ഈ പറയുന്ന നമ്മളുടെ ഈ ഒരു ലേറ്റർ വേദിക് പീരീഡിലായിരുന്നു. ഇതാണ് ഈ ഒരു ഭാഗത്തിന്റെ ഒരു വളരെ കീ പോയിന്റ് എന്ന് പറയുന്നത്. വർണ്ണ ഇൻ ദ പെർസ്പെക്റ്റീവ് ഓഫ് priest. The priest also said these groups were decided on the basis of birth. For example, if one's father and mother were Brahmins, one would automatically become Brahmin and so on.
ഇദ്ദേഹം പറഞ്ഞ അല്ലെങ്കിൽ അന്നത്തെ പുരോഹിതന്മാരുടെ അഭിപ്രായത്തിൽ വർണ്ണ സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഇത് നൽകപ്പെട്ടിരിക്കുന്നത് ജന്മം കൊണ്ടാണ്, അല്ലാതെ മറ്റൊന്നും അല്ല. അതിന്റെ ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്നത് സ്ത്രീയായിട്ട് ജനിച്ചാൽ യു ആർ നോട്ട് അലൗഡ് ടു ലേൺ വാട്ട് വേദാസ് ഓർ യു ആർ നോട്ട് അലൗഡ് ടു ടീച്ച്. ഈ രണ്ട് കാര്യങ്ങളാണ് അവിടുത്തെ കോൺസെപ്റ്റിൽ വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വരുന്ന സമയത്ത് ഇവരുടെ ഒരു ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജന്മം കൊണ്ടാണ് വർണ്ണം ലഭ്യമായിരിക്കുന്നത്. Later, they classified some people as untouchables. These include some craftspersons, hunters, and gatherers, as well as people who help perform burials and cremations. അതായത് ക്രാഫ്റ്റ് പേഴ്സൺസ്, വേട്ടക്കാര്, ഹണ്ടർ ഗാദറേഴ്സ്, അതുപോലെ ദ പീപ്പിൾ ഹു ഹെൽപ്സ് ടു പെർഫോം ബറിയൽസ്, അതായത് ക്രിമേഷൻസ്, അതായത് ശവസംസ്കാര ശുശ്രൂഷകൾ അല്ലെങ്കിൽ ശവസംസ്കാരങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന ആൾക്കാരെയും എന്താണ് ഇതിനകത്ത് അൺടച്ചബിൾ ആയിട്ട് വെച്ചിട്ടുണ്ട്. The priest said that the contact in these groups are polluting. ഇവരുമായിട്ടുള്ള എന്ത് ബന്ധവും എന്താണ് അശുദ്ധമാക്കുന്നതാണ് എന്നാണ്. ഈ വർണ്ണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജാതിയുടെ മറ്റൊരു തലത്തിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ വർണ്ണം അല്ലെങ്കിൽ ജാതി ശുദ്ധാശുദ്ധങ്ങളിൽ അധിഷ്ഠിതമാണ് ഈ വർണ്ണം എന്ന് പറയുന്നത്. Many people did not accept the system of varna laid down by Brahmins. Some kings thought they were superior to the priest. ഇത് പലരും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ അറിയാം, രാജാവാണ് രാജ്യം ഭരിക്കുന്നത്. അപ്പൊ രാജാവിനേക്കാൾ മുകളിലാണോ ബ്രാഹ്മിൻസ്? അപ്പൊ ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റുകളും കോൺട്രോഡക്ടറി തിയറികളും എവിടെ വന്നിട്ടുണ്ട്? ഈ ഒരു കോൺസെപ്റ്റിൽ വന്നിട്ടുണ്ട്. The fact that birth could not be basis for deciding which varna people belong to. Besides, some people felt that there should be no difference among people based on occupation. Others felt that everybody should be able to perform rituals, and others condemned the practice of untouchability. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ ചിന്തിക്കാം. ഒന്ന്, രാജാക്കന്മാരുടെ ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. They thought that they were superior than anyone. Why? Because they are protecting people. But in the case of Brahmins, they considered as they were the superior position. They were holding the superior position. Why? Because they are teaching, they are learning Vedas and everything, and they classified people according to their profession. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പം മറ്റൊരു കാര്യമുണ്ട്. ചില ആളുകൾ പറയുന്നത് എന്താണ്, ജന്മം കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു തരത്തിലും ഈ പറയുന്ന വർണ്ണത്തിന് ഡിസൈഡ് ചെയ്യാൻ പാടില്ല. മറ്റൊരു കോൺസെപ്റ്റ് പറയുന്നത് എന്താണ്, അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. രാജാക്കന്മാർ ചിന്തിക്കുന്നു എന്താണ്, ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല, കാരണം ഞങ്ങളാണ് അവരെക്കാൾ സുപ്പീരിയർ, ക്ഷത്രിയേഴ്സ് ആണ് ഉയർന്നത് എന്ന് പറയാം. അതായത് പ്രീസ്റ്റ് ഞങ്ങളെ ഡിപ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ പ്രീസ്റ്റ് രാജാക്കന്മാരെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള അല്ലെങ്കിൽ കൗണ്ടർ എഫക്റ്റുകളുള്ള പൊതു അഭിപ്രായങ്ങളാണ് അക്കാലത്ത് ഉയർന്നുകൊണ്ടിരുന്നത്. The Rajas who performed these big sacrifices were now recognized as Rajas or Janapadas rather than Janas. The word Janapada literally means that land where Jana set its food and settled down. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു കോൺസെപ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിൽ യാഗങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളാണ് എന്ത് പറയുന്നത്, ഇത്തരത്തിലുള്ള രാജഭരണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിനിടയ്ക്ക് നമ്മൾ ഈ ബ്രാഹ്മിൻസിന്റെ അല്ലെങ്കിൽ ഈ ലേറ്റർ വേദിക് പീരീഡിൽ ഉണ്ടായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ മനസ്സിലാക്കിയെന്നേ ഉള്ളൂ. ഇവിടെയും നമ്മൾ ചിന്തിക്കേണ്ടത് ആദ്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയ ഈ പറയുന്ന അശ്വമേധത്തെ കുറിച്ച് ചിന്തിക്കണം. ഇതിനു മുമ്പ് ജനപദ എന്നൊരു വാക്ക് വന്ന എവിടെ നിന്നാണ്? ജനപദ എന്ന് മനസ്സിലാക്കുന്നത് ലാൻഡ് വേർ ജന സെറ്റ്സ് ഇറ്റ്സ് ഫുഡ് ആൻഡ് സെറ്റിൽ ഡൗൺ. ഇവർ ജനങ്ങൾ കണക്ക് അല്ലെങ്കിൽ സെറ്റിൽ ചെയ്തിരിക്കുന്ന സ്ഥലം എവിടെയാണെന്നുള്ളതാണ്. Archaeologists have excavated a number of settlements in this Janavada, such as Purana Kila in Delhi, Hastinapura near Meerut, Atlanjigera near Etah. The two are in Uttar Pradesh. The last two are in Uttar Pradesh. The random Uttar Pradesh land. They found that people lived in huts and kept cattle as well as other animals. They also grew a variety of crops: rice, wheat, barley, pulses, sugarcane, sesame, and mustard. ഇത്തരത്തിലുള്ള ഇവര് ചെന്ന് താമസിക്കുക മാത്രമല്ല, they try to develop the land. How? By starting agriculture. എന്തൊക്കെയാണ് അവർ കൃഷി ചെയ്തിരുന്നത്? റൈസ് ഉണ്ടായിരുന്നു, വീറ്റ് ഉണ്ടായിരുന്നു, ബാർലി, പൾസസ്, ഷുഗർ കെയിൻ, സീസം ആൻഡ് മസ്റ്റർഡ്. ഇവയെല്ലാമാണ് അവർ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഇത് പലപ്പോഴും UPSC രണ്ട് രീതിയിൽ ചോദിക്കാം. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്, ഒന്ന് ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ പറയാം, ഇതിൽ ഏതെങ്കിലും ഒഴിവാക്കിയിട്ട് പറഞ്ഞിട്ട് ഓൺലി എന്നൊരു വാക്ക് ആഡ് ചെയ്യാം. അപ്പൊ whenever you see this word only,
you'll have to find that, you'll have to think twice before you getting into a conclusion. കാരണം അതിനകത്ത് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ചിലപ്പം ഇത് മാത്രമായിരിക്കില്ല. They also grew variety of crops like wheat, barley, pulses only. അപ്പൊ അത് ഉത്തരം തെറ്റാണ്. കാരണം they grew what? റൈസ്, വീറ്റ്, ബാർലി, പൾസസ്, ഷുഗർ കെയിൻ, സീസം ആൻഡ് മസ്റ്റർഡ്. അപ്പൊ അവരെന്താണ് അവർ ഇങ്ങനെ ഒരു ചോദ്യങ്ങൾ വരാൻ, ഇങ്ങനെ ഒരു ടെക്നിക്കലി നമ്മളോട് ചോദിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജിക്കലി ചോദ്യങ്ങളിൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. നമുക്ക് കൂടുതൽ ആലോചിച്ചാൽ കിട്ടുമായിരിക്കും. പക്ഷെ അതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് നമുക്ക് 1-1.5 മിനിറ്റിൽ താഴെ, നമുക്ക് 1 മിനിറ്റ് താഴെ നമുക്ക് സമയം കിട്ടുന്നുള്ളൂ. അപ്പം ഇതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഓർമ്മയുണ്ടാകും. ഇത് UPSC പ്രിലിംസിന് ചോദിക്കാൻ സാധ്യത, ഇല്ലെങ്കിൽ മാച്ച് ദി ഫോളോവിങ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ കാര്യം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് 2 മാർക്ക് ഈസി ആയിട്ട് നമുക്ക് ഗെയിൻ ചെയ്യാം. They made earthen pots. Some of these were grey in color, others were in red. One special type of pottery found in these sites is known as painted greyware. അപ്പൊ ചിലപ്പം എന്ത് ചെയ്യാം, ഈ ഒരു കാലഘട്ടങ്ങളിൽ, അതായത് പുരാനാറ്റില ഡൽഹി, ഹസ്തിനപുരം നിയർ മീററ്റ്, അത്രഞ്ചിഗേര നിയർ എത്ത, ഈ 3 സ്ഥലങ്ങളിൽ കിട്ടിയിരിക്കുന്ന അവരൊക്കെ എന്തുണ്ട്, മൺപാത്ര നിർമ്മാണത്തിൽ വൈദഗ്ധ്യമുള്ള ആളുകളായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഈ മൺപാത്രം കിട്ടും. അതിൽ പല വെറൈറ്റി അവർക്ക് ഉണ്ടാക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലത് ഗ്രേ കളറുണ്ട്, ചിലത് റെഡ് ഉണ്ട്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പെയിന്റഡ് ഗ്രേവേഴ്സ് ഉണ്ട്. ഇത്തരത്തിലുള്ള ക്രാഫ്റ്റുകളും ഇവർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ, ആ സമയത്തെ ജനങ്ങൾക്ക് വശമുണ്ടായിരുന്നു. Mahajanapadas, about 2500 years, some Janapadas became more important than others. They were also known as Mahajanapadas. കാരണം ഇവർക്കൊരു ക്യാപിറ്റൽ സിറ്റി ഉണ്ടായിരുന്നു. Many of these cities were fortified. അവരെന്താണ്, നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ പോലെ അപ്പർ എന്താണ്, അല്ലെങ്കിൽ സിറ്റാഡൽസ് പോലെയും അല്ലെങ്കിൽ പോലെ അവർക്കൊരു ഫോർട്രസ് ഉണ്ടായിരുന്നു ചുറ്റും, അവരുടെ ക്യാപിറ്റൽ സിറ്റിക്ക്. അവർക്കൊരു ക്യാപിറ്റൽ സിറ്റി ഉണ്ട്. അവരെന്താണ്, പലതും എന്താണ്, കോട്ട കെട്ടി സംരക്ഷിച്ചിരുന്നു. ദിസ് മീൻസ് ദാറ്റ് ഹ്യൂജ് വാൾസ് ഓഫ് വുഡ്, ബ്രിക്ക് ഓർ സ്റ്റോൺ വെർ ബിൽറ്റ് അറൌണ്ട് ദം. കാരണം എന്താണെന്ന് വെച്ചാൽ ഫോർ ദ ബെറ്റർ പ്രൊട്ടക്ഷൻ, ബെറ്റർ കൺട്രോൾ ഓവർ പീപ്പിൾ, ടു ഷോ ഹൗ റിച്ച് ആൻഡ് പവർഫുൾ ദേ വെർ, ബെറ്റർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി. കാരണം കൂടുതൽ ഈ കട്ട നിർമ്മിക്കാനും, കട്ട നിർമ്മിച്ച് അതുകൊണ്ട് കോട്ട പണിയുകയും ചെയ്യുക എന്നുള്ളത് അന്നത്തെ ഒരു എക്കണോമിക് മൊബിലൈസേഷന് സഹായിച്ചിരുന്ന ഒന്നായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, എംപ്ലോയ്മെന്റ് ജനറേഷനും ഇത് സഹായിച്ചിട്ടുണ്ട്. ഇപ്പൊ മഹാജനപദാസ് എന്ന് പറഞ്ഞത്, അപ്പൊ നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു വെൽഫെയർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ് എന്ന് പറയാം. അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു ഒന്ന് വെൽഫെയർ ഓറിയന്റഡ്, കാരണം അവർ എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അവരുടെ ജോലി എന്താണ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ എന്താ പറയാ, മഹാത്മാ തൊഴിലുറപ്പ് പദ്ധതി പോലെ ഇവർക്ക് തൊഴിൽ കൊടുക്കാനുള്ള അതുവഴി എക്കണോമിക് മൊബിലൈസേഷന് സഹായിച്ചിട്ടുണ്ട്. 2, ഇവരെന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു എന്താ പറയാ, ഒരു യൂണിഫൈഡ് അല്ലെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. 3, നമുക്ക് മറ്റൊരു രീതി ചിന്തിക്കുവാണെങ്കിൽ പറയാം, എന്താണ്, ഇവർ വളരെ റിച്ച് ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഇവർക്കൊരു എന്താണ്, സൊസൈറ്റിയുടെ സംരക്ഷണം ഇവരുടെ ഉത്തരവാദിത്തമായിരുന്നു എന്നൊക്കെ ചിന്തിക്കാം. അത്തരത്തിലുള്ള ജനപദാസിനെ നമ്മൾ മഹാജനപദാസ് എന്ന് വിളിക്കുന്നുണ്ട്. ഈ കാണുന്നത് കൗശംബിയിലെ ഒരു ഫോർട്ടിഫിക്കേഷൻ വാളാണ്. ദിസ് എ പിക്ചർ ഓഫ് റിമെയിൻസ് ഓഫ് എ വാൾ മെയ്ഡ് ഓഫ് ബ്രിക്ക് found near present day Allahabad. A part of it was probably built about 2500 years ago. പണിയപ്പെട്ടിട്ടുള്ള ഒരു കോട്ടയുടെ ഭാഗമാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഇന്ന് മഹാജനപദാസ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ഇവരുടെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാജാക്കന്മാർ ഇങ്ങനെ വരുന്ന സമയത്ത് അവരെങ്ങനെയാണ്, എന്താണ് രാജത്വം എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തതെന്നുള്ളതാണ്. The new Rajas now began maintaining armies. 2 soldiers were paid regular salaries and maintained by king throughout the year. Some payments were probably made using punch mark coins. ഇത്തരത്തിലുള്ള കോയിൻ, അതായത് കൃത്യമായിട്ട് രാഷ്ട്രം വന്നിട്ടുണ്ട്. നമ്മൾ മഹാജനപദാസിനെ കുറിച്ച് മനസ്സിലാക്കി, അവർക്ക് ഒരു ക്യാപിറ്റൽ സിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കി, ഒരു സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി. അഡ്മിനിസ്ട്രേഷനെ സംരക്ഷിക്കാൻ they began to maintaining armies. അല്ലെ? അപ്പൊ അങ്ങനെ ഒരു ആർമിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. 2, അവർക്ക് ശമ്പളം പണമായിട്ട് കിട്ടാൻ തുടങ്ങി. ആ പണം എന്താണ്, കോയിൻസ് ആയിട്ട് തന്നെയാണ് കൊടുത്തത്. അല്ലെങ്കിൽ മറ്റു നേരത്തിൽ, അല്ലെങ്കിൽ ആ വേതനം എന്ന് പറയുന്നത് കോയിൻസ് ആയിട്ടാണ് കൊടുക്കാൻ തുടങ്ങിയത്. അതായത് ആർമിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങി, ആ ആർമിക്ക് കൃത്യമായി വേതനം കൊടുക്കാൻ തുടങ്ങി. ആ വേതനം കോയിൻസിൽ, അതായത് പഞ്ച് മാഗ്ര, രാജാവിന്റെ മുദ്രയുള്ള കോയിനിലാണ് കൊടുക്കാൻ തുടങ്ങിയത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷന്റെ ഒരു ഫീച്ചർ
ആധുനിക റിപ്പബ്ലിക്കുകളുടെ ചില ഫീച്ചേഴ്സ് എവിടെ ഉണ്ടാകുന്നുണ്ട്, ഈ മഹാജനപദാസിൽ വരുന്നുണ്ട്. പത്രത്തിൽ നിൽക്കുന്ന സമയത്ത് as the rulers of Mahajanapadas were building huge forts, maintaining big armies, they needed more resources. And they needed officials to collect these. So instead of depending on occasional gift by people, as in case of Raja of Janapada, they started collecting regular taxes. ഈ മഹാജനപദാസിൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പണ്ട് കാലങ്ങളിൽ രാജാവിന് വല്ലപ്പോഴും കിട്ടുന്ന ഗിഫ്റ്റുകൾക്ക് അപ്പുറത്തേക്ക് ദേ സ്റ്റാർട്ടഡ് കളക്ടിങ് റെഗുലർ ടാക്സസ്. അപ്പൊ എന്ത് ചെയ്തു, ഒരു എക്കണോമിക് മൊബിലൈസേഷൻ നമ്മൾ പറഞ്ഞു. എന്താണ് ടാക്സ്, ഒരു തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. ആ ശമ്പളം അവരുടെ കോയിനിലാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു മൊബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ രാജാവിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിന് സാധ്യത ഉണ്ടാക്കുന്ന ടാക്സേഷൻ സിസ്റ്റം എവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, ഈ ഒരു കോൺസെപ്റ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പം ടാക്സേഷൻ കൊണ്ടുവന്ന സമയത്ത് എന്താ ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അറിയാൻ പറ്റും ടാക്സിന്റെ ഒരു പ്രത്യേകത എന്താണ്. ഗവൺമെന്റ് കളക്ട് ചെയ്തു, ദേ വിൽ ബി ഇൻവെസ്റ്റിംഗ് ദ ടാക്സ് ഫോർ പീപ്പിൾസ് വെൽഫെയർ. അത്തരത്തിലേക്കുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് എത്തി. അപ്പൊ ആ തലത്തിലേക്ക് ഒരു ടാക്സ് കളക്ട് ചെയ്യാൻ ഒരു ഓഫീസിനെ നിയമിച്ചു. ഇതെല്ലാം കൊണ്ട് നമുക്കറിയാം ജനപദാസിനെയും മഹാജനപദാസുമായിട്ട് വ്യത്യാസം ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മഹാജനപദാസ് എന്ത് ചെയ്തു, ദേ ഡിപ്പെൻഡ് ഓൺ റെഗുലർ ടാക്സ്, ബട്ട് ദ ജനപദാസ് ദേ ഡിപ്പെൻഡഡ് ഓൺ വാട്ട്, ഒക്കേഷണൽ ഗിഫ്റ്റ് ഫ്രം പീപ്പിൾ. ടാക്സ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ടാക്സസ് ഓൺ ക്രോപ്സ് വെയർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ദിസ് വാസ് ബിക്കോസ് മോസ്റ്റ് പീപ്പിൾസ് വെയർ ഫേമസ്. മിക്കവാറും തൊഴിലാളികൾ എന്താണ് കർഷകരായതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടാക്സ് എന്ന് പറയുന്നത് ക്രോപ്പിന് മുകളിലുള്ളതായിരുന്നു. യൂഷ്വലി ദി ടാക്സ് വാസ് ഫിക്സ്ഡ് അറ്റ് 1/6 of what was produced. This was also known as ഭാഗ ഓർ ഷെയർ. അതായത് 1/6, 1/6 ആർക്കായിരുന്നു, രാജാവിന് അവകാശം തന്നെയാണ് ഭാഗം അല്ലെങ്കിൽ ഷെയർ എന്ന് വിളിക്കുന്നത്. Their share were on they were taxes on craft person. This could have been in the form of labor. For example, a weaver or smith may have had to work for a day every month for the king. ഇവിടെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്, രാജാവിന് വേണ്ടി ജോലി എടുക്കുന്നതാണ് ഈ ക്രാഫ്റ്റ് പേഴ്സൺസിന് ഒരു ടാക്സ് എന്ന് പറയുന്നത്. കാര്യം അവർ ഉണ്ടാക്കുന്ന പണത്തെ കൃത്യമായിട്ട് അന്ന് എടുക്കാനുള്ള അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു രീതി ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ്, ഇവിടെ അളക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഈ ക്രാഫ്റ്റ് പേഴ്സൺ എന്ത് ചെയ്യണം, മാസത്തിൽ ഒരു ദിവസം എന്താണ് രാജാവിന് വേണ്ടി വർക്ക് ചെയ്യണം. Headers were also expected to pay taxes in the form of animals and animal produce. There were also taxes on goods that were bought and sold through the trade. And hunters and gatherers also had to provide forest produce to Raja. ഇങ്ങനെയൊക്കെയാണ് ഒരു ടാക്സേഷൻ പോകുന്നത്. അതായത് എന്താണ്, ഒന്ന് കൃഷിക്കാര് 6/1 കൊടുക്കണം, മറ്റുള്ള തൊഴിലാളികൾക്ക് എന്താണ് ഈ മൃഗങ്ങളെ വളർത്തുന്നവര് ആനിമൽസ് ആയിട്ടോ അല്ലെങ്കിൽ ആനിമൽ പ്രൊഡ്യൂസ് ആയിട്ടോ രാജാവിന് കൊടുക്കണം. വിൽക്കുന്നതിന്റെയും വാങ്ങുന്നതിന്റെയും ഒരു ഷെയർ ടാക്സ് ആയിട്ട് കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള എല്ലാ മേഖലകളിലേക്കും ടാക്സ് എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്, ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു ജോലി എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആയതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ അഗ്രികൾച്ചറിന് പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്കറിയാം ഈ ഒരു ഭാഗത്തേക്ക്, നമ്മുടെ രാജ്യത്തിന്റെ ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ബീഹാർ മേഖല അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് എന്തുണ്ട്, ഒരു അയണോറിന്റെ അല്ലെങ്കിൽ അയണിന്റെ ഒരു ഇൻഫ്ലുവൻസ് അന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മൗര്യൻ സാമ്രാജ്യമൊക്കെ വളരെ ശക്തമായിട്ട് അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ മഗധയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വളരെ പ്രധാനമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള അയൺ പ്ലോഗ്സ് ആണ് ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാന. ഇത്തരത്തിലുള്ള ഇരുമ്പ് കലപ്പകൾ ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഒരു മാറ്റം എന്ന് പറയുന്നത്. The growing use of iron plowshare, this means that heavy clay soil could be turned over better than with a wooden plowshare, so that more grain could be produced. അന്നെന്താണ്, കൂടുതൽ ഇതുപോലുള്ള നിലം ഉഴാൻ വേണ്ടിയിട്ടുള്ള കലപ്പകൾ, ഇരുമ്പ് കലപ്പകൾ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ കൂടുതലായിട്ട് നിലം ഒരുക്കാൻ സഹായിച്ചിട്ടുണ്ട്. They began transplanting പാടി, അതായത് ഈ ഞാറ് പറിച്ച് നടുന്ന ഒരു നടപടി അല്ലെങ്കിൽ ഒരു പ്രക്രിയ തുടങ്ങിയത് ആ കാലഘട്ടത്തിലായിരുന്നു. This means that instead of scattering seed on the ground from which plants should sprout, sapling were grown and then planted in the field. This led to increased production as many more plants survived. However, it back-breaking work. Generally, slave men and women, Dasan and Dasis, and landless agriculture laborers had to do this work. അപ്പം അന്ന് എന്താണെന്ന് വെച്ചാൽ, ഇത് ആദ്യം നിലത്തേക്ക് വിതച്ചതിന് ശേഷം വളർന്നു വരുന്ന മുളകൾ എന്ത് ചെയ്യും, വീണ്ടും പറിച്ചു മാറ്റി വെക്കും. അതുകൊണ്ട് എന്താണ്
ചെടികൾ അല്ലെങ്കിൽ വിതയ്ക്കുന്ന വിത്തുകൾ നഷ്ടപ്പെടാതെ കൂടുതൽ ഫലം ഉണ്ടാകുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറി. ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട മാറ്റമായിരുന്നു ഒന്ന്, സ്റ്റാർട്ടഡ് യൂസിങ് വാട്ട് അയൺ പ്ലവ്ഷെയർ. രണ്ട്, സ്റ്റാർട്ടഡ് എന്താ പറയുക ട്രാൻസ്പ്ലാന്റിങ് പാടി. ഇത് രണ്ടാണ് പ്രധാനമായിട്ടുള്ള മാറ്റം. ഈ ട്രാൻസ്പ്ലാന്റേഷനെ സഹായിച്ചുകൊണ്ടിരുന്നത് സ്ലേവ്സ് ആയിരുന്നു. അതായത് ദാസന്മാരും ദാസികളുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. മൂന്നാമത് ഒരാൾക്ക് വിഭാഗം കൂടെ ഉണ്ട്, ലാൻഡ്ലെസ് അഗ്രികൾച്ചറൽ ലേബേഴ്സ്, അതായത് കൃഷിയിടമില്ലാത്ത കർഷകന്മാരും അല്ലെങ്കിൽ തൊഴിലാളികളെ കൊണ്ടുമാണ് ചെയ്യിച്ചുകൊണ്ടിരുന്നത്. അന്നത്തെ മഗധയെ കുറിച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും ആ ഒരു മഹാജനപദാസിലെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു മഹാജനപദയാണ് മഗധ എന്ന് പറയുന്നത്. The Magadha was a paramount ancient Indian kingdom about 6th century to 8th century Common Era, based in modern day Bihar, serving as a nucleus for major empires like Mauryas and Guptas. Situated in the fertile Gangetic Valley, it gained dominance through strategic trade routes, iron resources, early use of an elephant, etc. ആ കാലഘട്ടത്തിൽ ഇവിടെ എന്താണ് നമുക്കറിയാം, എന്താണ് പ്രധാനപ്പെട്ടുള്ള ഹിമാലയൻ റിവേഴ്സ് ആയിട്ടുള്ള ഗംഗയും യമുനയും എന്താണ് ഇതുവഴിയാണ് ഡ്രെയിൻ ചെയ്യുന്നത്. ഇവിടെ വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ് ഇവർക്ക് അയൺ ഓറിന്റെ ഇൻക്രീസ്ഡ് വെൽത്ത് അവിടെ ഉണ്ടായിരുന്നു. അത് തന്നെയല്ല, ഈ ഈ വനങ്ങളിൽ നിന്ന് ആനകളെ പിടിച്ച് അവരുടെ സൈന്യത്തിൽ ചേർക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പം ആനകളുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ഒരു പല വിദേശ ആക്രമണങ്ങളെയും ചെറുക്കാൻ വേണ്ടിയിട്ട് ഈ ആനകളുള്ള ഒരു സൈന്യത്തിൽ സഹായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഉത്തരം. They located the present day South Bihar with capital of Rajgarh, surrounded by 5 hills, and later Pataliputra, modern Patna, providing natural fortification. അതായത് 5 മലകളാൽ ചുറ്റപ്പെട്ടിട്ടുള്ള രാജഗർ, പിന്നീട് പാടലിപുത്രം. ഇതൊക്കെയാണ് ബീഹാറിന്റെ അല്ലെങ്കിൽ ഈ മഗധയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്രധാനപ്പെട്ടുള്ള ഒരു ഡൈനാസ്റ്റീസ് എന്ന് പറയുന്നത് ഒന്ന് ഹരിയൻക ഡൈനാസ്റ്റി ഫൗണ്ടഡ് ബൈ ബിംബിസാര, who expanded the kingdom through matrimonial alliances and military conquest. Ajatashatru further strengthened it. ഒന്നാമത്തെ ഹരിയൻക ഡൈനാസ്റ്റി, 2 ശിശുനാഗ ഡൈനാസ്റ്റി ഓവർത്രൂ, ഹരിയൻകാസിനെ ഓവർത്രൂ ചെയ്തുകൊണ്ട് ഇവർ വന്നു. ഇതിനുശേഷം നന്ദ ഡൈനാസ്റ്റി, known for immense wealth and massive army, which deterred Alexander the Great. ഇപ്പൊ നന്ദ ഡൈനാസ്റ്റി ഇപ്പൊ കാരണം പിന്നീട് വന്നാണ് എന്താണ് ചന്ദ്രഗുപ്ത മൗര്യ സ്ഥാപിച്ച മൗര്യൻ എംപയർ. ഈ മൗര്യൻ എംപയർ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടം നന്ദ ഡൈനാസ്റ്റിയിലാണ് ആര് വന്നത്, അലക്സാണ്ടർ വന്നത്. ഇതിനെ തോൽപ്പിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന ശക്തമായിട്ടുള്ള ആനകൾ ഉണ്ടായിരുന്ന ഒരു പടയെ പേടിച്ചിട്ടാണ്, അല്ലെങ്കിൽ പടയോടാണ് ആര് തോറ്റത്, അലക്സാണ്ടർ തോൽക്കുക ചെയ്തത്. Magadha was the cradle of Buddhism and Jainism, with Buddha preaching in region. ഇതിന് പ്രധാനമായിട്ടുള്ള സക്സസ് എന്ന് പറയുന്നത് ഫെർട്ടൈൽ സോയിൽ, പ്രോക്സിമിറ്റി ടു അയൺ ഡെപ്പോസിറ്റ് ആൻഡ് കൺട്രോൾ ഓവർ ഗാഞ്ചസ് ട്രേഡ് റൂട്ട്സ്. ഇതൊക്കെയാണ് അന്നത്തെ പ്രധാനപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മേഖലയിലും എന്താണ് ഹിമാലയൻ റിവേഴ്സ് ആയിട്ടുള്ള ഗംഗയുടെയും ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. 2, ഇവർക്ക് എന്താണ് അയണിന്റെ ലഭ്യതയുണ്ട്, ഇരുമ്പിന്റെ ലഭ്യത ഉണ്ടായിരുന്നു. 3, വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡ് ആയിരുന്നു. പിന്നെ എന്താണ് രാജഗർ പോലുള്ള സ്ഥലം, 5 മലകളാൽ ചുറ്റപ്പെട്ട ക്യാപിറ്റൽ സിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നാച്ചുറൽ ഫോർട്രസ് ആയിട്ട് അത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് അത് വളരെ സുരക്ഷയും അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് സുരക്ഷ നേടിക്കിട്ടിയ ഒരു സ്ഥലമായതുകൊണ്ടാണ് ഇത് വളരെ പ്രോമിനന്റ് ആയിട്ട് വളരാനുണ്ടായ കാരണം എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ചാപ്റ്റർ 5. അപ്പം ഇതൊന്ന് കൃത്യമായിട്ടൊന്ന് ക്ലാസ് കേൾക്കാൻ ശ്രമിക്കാം. Okay, thank you. Have a great day.